ഓം ശാന്തി. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ജഗദ്ഗുരു മഹാമണ്ഡലേശ്വരന്മാർക്ക്, സന്യാസി ശ്രേഷ്ഠന്മാർക്ക്, ഗുരു ശ്രേഷ്ഠന്മാർക്ക് ബാബ എങ്ങനെയാണ് വിചിത്രമായ ഈശ്വരീയ സന്ദേശ പത്രികകൾ അയച്ചത്. बाबा बहुत बार ये कहा करते कि भारत में श्री गुरु और मंडलेश्वर इन शब्दों के अर्थ का अनर्थ हो रहा है. ബാബ പലതവണ പറഞ്ഞിരുന്നു, ശ്രീ ഗുരു മണ്ഡലേശ്വർ, മഹാമണ്ഡലേശ്വർ, ഈ പദങ്ങളെ അനർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ തെറ്റായ പ്രയോഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൂടെ ഭാരതദേശത്ത് അവർണ്ണനീയമായ ഹാനി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. बाबा ने निर्देश दिया कि जिन लोगों के नाम के साथ, അപ്പം ബാബ പറഞ്ഞു, ആരാരുടെയെല്ലാം പേരിൻ്റെ മുന്നിൽ ശ്രീ ശ്രീ 108 ജഗദ്ഗുരു എന്ന് വെച്ചിട്ടുണ്ടോ, വിശേഷിച്ചും അവർക്കെല്ലാം ഒരു ഷോക്കോസ് നോട്ടീസ്. കാരണം നിങ്ങൾ എന്തുകൊണ്ടാണ് 108 ജഗദ്ഗുരു എന്ന പേര് സ്വീകരിച്ചത്, അതിൻ്റെ കാരണം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാബ അവർക്കെല്ലാം ഒരു നോട്ടീസ് അയച്ചു. ഉन्हें बताया जाए कि वास्तव में तो ये उपाधि परमात्मा की है. എൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ലക്ഷ്യം ഇതായിരുന്നു, ശ്രീ ശ്രീ അല്ലെങ്കിൽ ജഗദ്ഗുരു. ഇത് പരമാത്മാവിൻ്റെ മാത്രം ടൈറ്റിലാണ്. ഇതെങ്ങനെ മനുഷ്യൻ സ്വീകരിക്കും അവരവരുടെ പേരിൻ്റെ മുന്നിൽ? നിങ്ങൾ എന്തുകൊണ്ടാണ്, എന്ത് കാരണത്താലാണ് നിങ്ങളുടെ പേരിൻ്റെ മുന്നിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? അതിനുള്ള ഉത്തരം ചോദിച്ചുകൊണ്ട് ബാബ എല്ലാവർക്കും നോട്ടീസ് അയച്ചു. इसलिए उनका एक कर्म जनता को धोखा देने और झूठी नकल उतारने के तुल्य है, जो कि एक पाप है. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കണേ? പരമാത്മാവിൻ്റെ ഈ ടൈറ്റിൽ മനുഷ്യരെടുത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ജനതയെ കബളിപ്പിക്കും പോലെയാണ്. ഇതും ഒരു പാപമാണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ബാബയുടെ ടൈറ്റിൽ, ഭഗവാന്റെ ടൈറ്റിൽ ഭഗവാന്റേത് മാത്രമാണ്. അത് മനുഷ്യൻ തൻ്റെ പേരിനോടൊപ്പം ചേർത്ത് സ്വീകരിച്ചിട്ട് സാധാരണ ജനങ്ങളെ കബളിപ്പിക്കാൻ പാടില്ല. ശ്രീ ശബ്ദ കിസി മനുഷ്യ കെ നാം കെ പൂർവ നഹീം പ്രയോഗ ഹോ സക്താ ഹൈ. ശ്രീ എന്ന വാക്ക് ഒരു മനുഷ്യൻ്റെയും പേരിൻ്റെ മുന്നിൽ ഉപയോഗിക്കാൻ പാടില്ല. ബാബയുടെ മുരളിയിൽ ഇങ്ങനെ ഒരു മഹാവാക്യം വരാറുണ്ടല്ലോ. बाबा समझाया करते कि श्री शब्द तो केवल देवियों और देवताओं के लिए ही प्रयोग हो सकता है. ശിവ ബാബ മുരളിയിൽ പറഞ്ഞിരുന്നു, ശ്രീ ഇത് ദേവന്മാരുടെയും ദേവിമാരുടെയും പേരിന് മുന്നിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. കാരണം എന്താ? അവരാണ് ശ്രേഷ്ഠർ. ശ്രീ അർത്ഥം ശ്രേഷ്ഠർ. ശ്രേഷ്ഠരാരായിരുന്നു? ദേവന്മാരും ദേവിമാരും. അതുകൊണ്ടാണ് എല്ലാ ദേവീദേവന്മാരുടെയും പേര് ആരംഭിക്കുന്നത് ശ്രീയിലാണ്, അല്ലേ? ശ്രീകൃഷ്ണൻ, ശ്രീലക്ഷ്മി, ശ്രീനാരായണൻ, അല്ലേ? അപ്പോൾ ബാബ പറഞ്ഞിരുന്നു, ഭാരതത്തിൽ മഹിമയും പൂജയും എപ്പോഴും കൊടുക്കുന്നതും ദേവന്മാർക്കും ദേവിമാർക്കാണ്. അപ്പോൾ പൂജയ്ക്കും മഹിമയ്ക്കും യോഗ്യരായവർക്ക് മാത്രമേ തങ്ങളുടെ പേരിൻ്റെ മുന്നിൽ ശ്രീ ചേർക്കാൻ യോഗ്യതയുള്ളൂ. ദേവീദേവതകൾക്ക് ഇത് യോഗ്യമാണ്. കാരണം അവർ സമ്പൂർണ്ണ പവിത്രമായിരുന്നു. അതിനാൽ അവർക്ക് അവരുടെ പേരിന് മുന്നിൽ ഇത് ചേർക്കാം. അത് മാത്രമല്ല, ദേവീദേവന്മാരുടെ അവയവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പോലും ഓരോ അവയവത്തിനും മുന്നിൽ കമൽ എന്ന വാക്ക് ഉപയോഗിക്കും. താമര പുഷ്പ സമാനം, അങ്ങനെയല്ലേ? കമലനയനം, കമലഹസ്തം, അല്ലേ? കമലനേത്രം, കമലമുഖം, ഈ വാക്കുകളാണ് ഉപയോഗിക്കുക. ദേവിയുടെ കണ്ണെന്ന് പറയില്ല, പിന്നെയോ അല്ലേ? ദേവിയുടെ കമലനയനം എന്നേ പറയും.
ദേവിയുടെ കൈന്ന് പറയില്ല, ദേവിയുടെ കമലഹസ്തങ്ങളിലൂടെ എന്നേ പറയുള്ളൂ. താമര പുഷ്പ സമാനമായ പവിത്രമായ ഓരോ അംഗങ്ങളും അവരുടെ ശരീരവും പവിത്രമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത്. അവരുടെ ജീവിതം നിർവികാരിയായതിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ പ്രമാണമാണ് ഈ പദങ്ങൾ. ഓരോ അംഗങ്ങളും പവിത്രമായിരുന്നു, നിർവികാരിയായിരുന്നു അവർ. ശ്രീ ശബ്ദ പവിത്ര ദേവതാവും കി ഉപാധി ഹെ. ബാബ പറഞ്ഞിരുന്നു, ശ്രീ എന്ന പദവും പവിത്ര ദേവി ദേവതകളുടെ മാത്രം ടൈറ്റിലാണ്. फिर श्री श्री शब्द तो देवों के भी देव एक परमपिता परमात्मा के लिए प्रयोग किया जा सकता है. ശ്രീ എന്ന ടൈറ്റിൽ ദേവീ ദേവതകൾക്കും, ശ്രീ ശ്രീ ഡബിൾ ശ്രീ ദേവന്മാരുടെയും ദേവൻ മഹാദേവൻ ഒരേ ഒരു പരംപിത പരമാത്മാവിന് മാത്രമേ ഡബിൾ ശ്രീ ഉപയോഗിക്കാൻ പാടുള്ളൂ. आज देवताओं और परमात्मा के नामों के साथ प्रयुक्त ही जाने वाली इस उपाधि को मनुष्यों के नाम के साथ प्रयोग किया जाने लगा है. ദേവതകൾക്ക് യോജിക്കുന്ന ശ്രീ, പരമാത്മാവിന് യോജിക്കുന്ന ശ്രീ ശ്രീ. പക്ഷേ ഇതെല്ലാം ഇന്ന് മനുഷ്യൻ അവരവരുടെ പേരിന് മുന്നിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. देवताओं के साथ इन मनुष्यों की कोई तुलना नहीं हो सकता. കലിയുഗി മാനവനെ സത്യുഗി ദേവന്മാരും ദേവിമാരുമായിട്ട് താരതമ്യപ്പെടുത്താനേ കഴിയില്ല. എന്താ കാര്യം? क्योंकि न तो इनके शरीर ही देवताओं की तरह से योग बल से उत्पन्न हुए हैं. കാരണം ഇവരുടെ ആരുടെയും ശരീരം ദേവതകളെ പോലെ യോഗബലത്താൽ ഉണ്ടായതല്ല. ആരുടേത്? ഇന്നത്തെ മനുഷ്യൻ്റെ, കലിയുഗി മനുഷ്യൻ്റെ ശരീരം. और नहीं इनका जीवन सभी विकारों से पूर्णतः मुक्त है. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന ഒരു മാനവനും അവരാര് തന്നെയാണെങ്കിലും സമ്പൂർണ്ണ നിർവികാരിയുമല്ല. നക്കി കായ സദാ നിരൂപ് और कंचन समान है. ദേവതകളെ പോലെ ശരീരവും നിരോഗി ശരീരം ആരുടേതുമില്ല. देवताओं के समान अमर अर्थात काल के पंजे से मुक्त. ദേവതകളെ പോലെ അമരന്മാരുമല്ല ആരും. ദേവന്മാരെ അമരന്മാരെന്നാണ് പറയുക. കാരണം എന്താ? ആയുസ് പൂർത്തിയായിട്ടേ മൃത്യു വരിക്കുകയുള്ളൂ. നീണ്ട ആയുസ്സാണ്. അതുപോലെ ഇവിടെ ആരുമില്ല കാലിൻ്റെ വയലിൽ നിന്ന് മുക്തമായിട്ട്. അതുകൊണ്ട് ബാബ പറഞ്ഞു, ശ്രീ എന്ന ടൈറ്റിൽ ദേവതകൾക്കും ശ്രീ ശ്രീ എന്ന ടൈറ്റിൽ ശിവബാബയ്ക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ശ്രീ എന്നും ശ്രീ ശ്രീ എന്ന ടൈറ്റിലും നിങ്ങൾ എന്തുകൊണ്ട് അവരവൻ്റെ പേരിൻ്റെ മുന്നിൽ നിങ്ങൾ എങ്ങനെ വയ്ക്കുക എന്ന് ചോദിച്ചുകൊണ്ടാണ് ബാബ സർവ്വഗുരുക്കന്മാർക്കും മഹാമണ്ഡലേശ്വരന്മാർക്കും കത്തയച്ചത്. അതിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം ബാബ എഴുതി. ശ്രീ ആർക്കുള്ളതാണ്, ശ്രീ ശ്രീ ആർക്കുള്ളതാണ്. എല്ലാവരെയും ചിന്തിപ്പിക്കാൻ, കണ്ണു തുറപ്പിക്കാൻ, തങ്ങൾ സമ്പൂർണ്ണ പവിത്രരാണോ, സമ്പൂർണ്ണ നിർവികാരിയാണോ, സമ്പൂർണ്ണ ശ്രേഷ്ഠ ജീവിതമാണോ, അതല്ലെങ്കിൽ എങ്ങനെ ശ്രീ എന്ന് പറയുന്ന ടൈറ്റിൽ ഉപയോഗിക്കുക. ജഗത് ഗുരു ഏക പരമാത്മാ ഹി ഹെ. അടുത്തത് ബാബാക്കത്തിൽ സ്പഷ്ടമാക്കിയത് ജഗത് ഗുരു. അത് ഓരോരുത്തർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ജഗത്തിൻ്റെ ഗുരു ഒരേയൊരു പരമാത്മാ പിതാവാണ്. बाबा ये भी समझाया करते कि पिछले 2 युगों से गुरु शब्द का भी इस प्रकार के दुरुपयोग हुआ है. ശ്രീ ശ്രീ വ്യക്തമാക്കിയതിന് ശേഷം ബാബ പറഞ്ഞു, കഴിഞ്ഞ 2 യുഗങ്ങളായി ഗുരു എന്ന വാക്കും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ സർവരുടെയും സദ്ഗുരു ജ്യോതിസ്വരൂപമായ പരമാത്മ शिव बाबेन. क्योंकि गुरु का अर्थ मुक्त करने वाला अथवा ज्ञान देकर
എന്തുകൊണ്ടെന്നാൽ ഗുരു എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മുക്തമാക്കുന്ന ആൾ, ലിബറേറ്റർ, മംഗളകാരി, ജ്ഞാനം നൽകി മംഗളം ചെയ്യുന്ന ആൾ. അങ്ങനെ മംഗളം ചെയ്യുന്ന സ്വയം സദാ മുക്തമായ സത്യസ്വരൂപമായ ജ്ഞാനക്കടൽ, മംഗളകാരി ഒരേയൊരു പരംപിത പരമാത്മാവാണ്. ബാബയുടെ പേരാണ് ശിവ. പക്ഷേ ഹം ദേഖ് രഹേ ഏ ഉപാധി ഭീ, പക്ഷേ ഗുരു, സദ്ഗുരു ഈ പദങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യർ തങ്ങളുടെ പേരിനോട് ചേർത്ത് ഉപയോഗിക്കണം. आज बहुत से पुराने पंडित तो कहते कि शास्त्रों के मतानुसार पति ही पत्नी का गुरु है. ഗ്രന്ഥങ്ങളെ ആധാരമാക്കിയിട്ട് ആൾക്കാർ എന്ത് പറഞ്ഞിരുന്നു? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പതി തന്നെയാണ് ഗുരു പത്നിക്ക്, ഇങ്ങനെ പറഞ്ഞിരുന്നു. परंतु पति तो स्वयं भी काम भोग के द्वारा पतित होते हैं. അപ്പം ബാബ എന്നിട്ട് അതിന് സ്പഷ്ടത നൽകി. ഓരോ പതിയും സ്വയം കാമഭോഗത്തിന് വശീഭൂതനായി പതിതനാണ്. മദ്യം കഴിക്കുക, സിഗരറ്റ് ഉപയോഗിക്കുക, ഭ്രഷ്ടാചാരത്തിൽ പോവുക, ക്രോധത്തിന് അടിമപ്പെടുക, അല്ലേ, കാമത്തിൽ അടിമപ്പെട്ടിരിക്കുക, ഈ സംസ്കാരമെല്ലാം എല്ലാ പതിമാരിലും ഉണ്ട്. സ്വയം ഇപ്രകാരം വികാരങ്ങളിലും ദുശീലങ്ങളിലും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പതി എങ്ങനെ പത്നിയെ മുക്തമാക്കും? എങ്ങനെ പത്നിക്ക് ഗുരുവാകും? ऐसा मान भी लिया जाए कि पति ही पत्नी का गुरु, तब गोया हर घर में एक गुरु तो है ही. ഇനി പതി തന്നെയാണ് ഗുരു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഓരോ വീട്ടിലും ഒരു ഗുരു ഉണ്ടല്ലോ. परंतु इतने गुरु होने पर भी देखो आज हर घर का हाल क्या. അപ്പോൾ വീട് വീട് തോറും ഗുരു ഉണ്ടെങ്കിൽ ഇന്നത്തെ ഓരോ വീടിൻ്റെ അവസ്ഥ നോക്കൂ. ഗുരു വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ വീട്ടിൻ്റെ അവസ്ഥ മോശമാകാൻ പാടില്ലല്ലോ. ക്യാ ഘർ ഘർ സ്വർഗ സമാൻ ബൻ ഗയാ ഹേ? ബാബ ചോദിച്ചു. ചിന്തിക്കൂ, ഗുരു വീട്ടിൽ തന്നെ ഉണ്ട്, അങ്ങനെയെങ്കിൽ ഓരോ വീടും സ്വർഗസമാനം ആയിക്കഴിഞ്ഞു. സഭിക്ക് മുക്തി ഹോഗി. ഗുരുക്കന്മാരിലൂടെ അതാത് വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും മുക്തി കിട്ടിയോ? ആജ് തോ പത്നി കി ഏക് മത് ഹേ, പതി കി ദൂസരി. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? ഒരു വീട്ടിൽ തന്നെ പത്നിക്ക് ഒരഭിപ്രായമായിരിക്കും, പതിക്ക് മറ്റൊരഭിപ്രായം, മകൾക്ക് മറ്റൊരഭിപ്രായം, മകന് മറ്റൊരഭിപ്രായം, അമ്മായിയച്ഛന് മറ്റൊരഭിപ്രായം, അമ്മായിയമ്മയ്ക്ക് അടുത്ത അഭിപ്രായം. കമാൽ ഹി തോ ഹേ, അത്ഭുതം എന്നേ പറയാൻ പറ്റൂ. घर में कोई किसी के कहने पर ही नहीं चल रहा. വീടുകളിൽ തന്നെ പരസ്പരം പറഞ്ഞാൽ കേൾക്കില്ല. और फिर भी कहा जा रहा है कि पति पत्नी का गुरु है. എന്നിട്ട് പറയും പതി പത്നിയുടെ ഗുരുവാണ്. यहाँ तक शिष्य भगवे कपड़े पहनने वाले गुरु की मत पर भी नहीं चल रहे. ഇന്നത്തെ കാലത്ത് കാഷായ വസ്ത്രമണിഞ്ഞ ഗുരുവിൻ്റെ അഭിപ്രായം അനുസരിച്ച് പോലും ഒരു ശിഷ്യനും നടക്കാത്ത അവസ്ഥയാണ്. കഹാവത് ഹേ ഗുരു കെ ബിനാ ഗതി നഹീം. ചൊല്ലുണ്ട്, ഗുരു ഇല്ലാതെ ഗതിയില്ല. ഭാരതത്തിൽ ഗുരുക്കന്മാരെന്ന് വിളിക്കപ്പെടുന്നവരുടെ എണ്ണം വളരെയധികമാണ്. പക്ഷേ ഇത്രയും ഗുരുക്കന്മാരെ കൊണ്ട് നിറഞ്ഞ ഈ ഭാരതദേശം സദ്ഗതിക്ക് പകരം ദുർഗതിയിലേക്ക്, പാപം നിറഞ്ഞതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയും ഗുരുക്കന്മാരിവിടെ ഉണ്ടായിട്ട് സദ്ഗതി ഉണ്ടായില്ലല്ലോ. ജനസംഖ്യയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കണം, കൂടുതൽ കൂടുതൽ ആത്മാക്കൾ മുക്തിധാം വീട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ജനസംഖ്യ വർദ്ധിക്കണേ. ഇവിടെ നിന്ന് ആരും മുക്തമായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. അവിടെ ഉള്ളവർ ഇങ്ങോട്ട്
വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നവരെല്ലാവരും ഇവിടെ തന്നെയുണ്ട്, ആരും തിരിച്ചു പോയിട്ടുമില്ല. അതുകൊണ്ടാണ് ജനസംഖ്യ വർദ്ധിക്കണേ. അതിൻ്റെ അർത്ഥം ഗതിയും സദ്ഗതിയും ആർക്കും ലഭിച്ചിട്ടില്ല. ഗതിയോ സദ്ഗതിയോ കിട്ടിയെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? അല്ല, ഇവിടെയുള്ളവർ ശരീരം വിട്ടിട്ട് പോകുമ്പോൾ വീട്ടിലേക്ക് പോകണ്ടേ എന്നാ. इस पर भी यदि कोई मनुष्य अपने नाम के साथ, അതിനുശേഷം ബാബ ഗുരു എന്ന വാക്കിൻ്റെ സ്പഷ്ടത നൽകിയതിന് ശേഷം ബാബ ജഗത് ഗുരു, മനുഷ്യർ തങ്ങളുടെ പേരിൻ്റെ മുന്നിൽ ജഗത് ഗുരു എന്നും വയ്ക്കാറുണ്ട്. വെറും ഗുരുവല്ല, ജഗത് ഗുരു. എന്നിട്ട് ശിഷ്യഗണങ്ങളെല്ലാവരും ജഗത് ഗുരു എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ബാബ പറയുന്നത് ഇതെത്ര അനർത്ഥമാണ്. മുഴുവൻ ജഗത്തിൻ്റെ ഗുരു ഒരേയൊരു പരംപിത പരമാത്മാവല്ലേ. എങ്ങനെ മനുഷ്യൻ ഈ ടൈറ്റിൽ ജഗത് ഗുരു, ഈ വാക്ക് എങ്ങനെ ഉപയോഗിക്കാം മനുഷ്യൻ? आज तक इतिहास में न कोई ऐसा मनुष्य हुआ है. ഇന്ന് വരയ്ക്ക് ഈ ഇതിഹാസത്തിൽ അങ്ങനെ ഒരു മനുഷ്യനെ തയ്യാറായിട്ടില്ല ജഗത്തിൻ്റെ ഗുരു എന്ന് പറയാൻ. ഇങ്ങനെയുള്ള പദവികൾ, ഇങ്ങനെയുള്ള ടൈറ്റിൽ സ്വയം സ്വീകരിക്കാൻ മനുഷ്യന് എങ്ങനെ അധികാരം എവിടുന്ന് കിട്ടി? ആര് നൽകി? സന്യാസധർമ്മത്തിൽ ജഗത് ഗുരു എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. സ്വന്തം പത്നിയെയും പുത്രനെ പോലും വിട്ടിട്ടായിരിക്കും അവർ സന്യാസം സ്വീകരിച്ചത്. സ്വന്തം കുടുംബാംഗങ്ങളുടെ അടുത്തുനിന്ന് പോലും മുഖം തിരിച്ചവരെ എങ്ങനെ ജഗത് ഗുരു എന്ന് പറയും? ജഗത്തിനെ സ്വപ്നമെന്നും മിഥ്യയെന്നും വിളിക്കുന്നവരാണ്. പിന്നെ എന്തിൻ്റെ ഗുരുവാ? ആരുടെ ഗുരുവാണ്? ഇപ്രകാരം ബാബ ദ്വാര സംജായ ജ്ഞാൻ ബിന്ദുവും വിവേക്, ഇപ്രകാരം ജ്ഞാന ബിന്ദുക്കളാലും വിവേകത്തെ ഉണർത്തുന്ന ഈശ്വരീയ മഹാവാക്യങ്ങളല്ല, കത്തുകൾ, സന്ദേശപത്രികകൾ തയ്യാറാക്കി ഫെബ്രുവരി 29, 1960 ജഗദംബ മാതേശ്വരി സരസ്വതിജിയുടെ പേരിൽ എല്ലാ ജഗത് ഗുരുക്കന്മാർക്കും മഹാമണ്ഡലേശ്വരന്മാർക്കും അയച്ചു. ആരെല്ലാം തങ്ങളുടെ പേരിന് മുന്നിൽ ജഗത് ഗുരു, മഹാമണ്ഡലേശ്വരൻ, ഗുരു, ശ്രീ ശ്രീ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു, അവർക്കെല്ലാം ബാബ കത്തയക്കാൻ പറഞ്ഞു. ഇപ്രകാരം അവർക്ക് എല്ലാവർക്കും വായിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളിൽ ചിന്തയും ചിലർക്ക് ദേഷ്യമൊക്കെ ഉണ്ടാകാവുന്ന തരത്തിലുള്ള മഹാവാക്യങ്ങളായിരുന്നു ഈ സന്ദേശപത്രികയിൽ ഉണ്ടായിരുന്നത്. ചുവന്ന അക്ഷരങ്ങളിൽ, സുന്ദരമായ വാക്കുകളിൽ ബദായും ആപ്കു ശ്രീ ശ്രീ, അതിൻ്റെ ഹെഡിങ് ഇങ്ങനെ കൊടുത്തിരുന്നത്, പറയൂ അങ്ങ് ശ്രീ ശ്രീ 108 ജഗത് ഗുരു അഥവാ മഹാമണ്ഡലേശ്വരൻ ഈ ടൈറ്റിൽ സ്വീകരിച്ചതിൻ്റെ അധികാരം എന്താണ്? എന്തധികാരമാണുള്ളത്? ഇപ്രകാരം ഈ ടൈറ്റിലുകളെല്ലാം പരംപിതാ ശിവബാബയുടേതാണ്. പരമാത്മാവാണ് നരനെയും നാരിയെയും മായാജി തക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. 108 നരനാരിമാരെ സമ്പൂർണ്ണ നിർവികാരിയാക്കി മാറ്റിയത് പരമാത്മാവാണ്. അതുകൊണ്ട് 108 എന്നുള്ളത് ശ്രീ ശ്രീ 108 മഹാമണ്ഡലേശ്വരൻ, ഇതെല്ലാം ശിവബാബയുടെ മഹിമകളാണ്. 108 എന്ന് പറയുന്നത് വൈജയന്തി മാലയിൽ വരുന്നവരാണ്. വൈജയന്തി മാലയിൽ വരുന്നവരെ തയ്യാറാക്കിയത് ശിവബാബയാണെന്ന് വ്യക്തമാക്കി. पत्र में ये भी बताया गया कि सारे जगत का गुरु ते कहला सकते हैं. അതുകൊണ്ട് കത്തിൽ ഈ കാര്യവും ക്ലിയർ ആക്കി. जिसका अपना कोई गुरु ना हो परंतु मनुष्य परंपरा में तैसा कोई है नहीं. ജഗത് ഗുരു എന്ന് വിളിക്കണമെങ്കിൽ എന്ത് വേണം?
തനിക്കിനി ഒരു ഗുരു ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഇവിടെയുള്ള എല്ലാ ഗുരുക്കന്മാർക്കും മേലെ ഒരു ഗുരു ഉണ്ടല്ലോ. അപ്പോൾ ഗുരു പരമ്പര എന്നല്ലേ പറയാം. അപ്പോൾ തൻ്റെ മേലെ വേറൊരു ഗുരു, ആ ഗുരുവിനും വേറൊരു ഗുരു. അപ്പോൾ ഇനിയൊരു ഗുരു എല്ലാവർക്കും ഉണ്ട് ഇവിടെ ഉള്ളവർക്ക്. അപ്പോൾ എങ്ങനെ മേലെ ഒരു ഗുരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ജഗത് ഗുരു എന്ന പേര് സ്വീകരിക്കാൻ കഴിയും? ഐസ ഗുരു തോ ഏക പരമാത്മാ ഹി ഹേ. ഇനിയൊരു ഗുരു ഇല്ലാത്ത ഗുരു ആര് മാത്രമാണ്? പരംപിത പരമാത്മാവ് മാത്രമാണ്. ത്രിമൂർത്തികളുടെ രചയിതാവ്, ത്രിലോകീനാഥൻ, ആ ജന്മാവ്, 3 ലോകങ്ങളുടെയും 3 കാലങ്ങളുടെയും അറിവുള്ളത് ഒരേയൊരു ശിവപരമാത്മാവിലാണ്. മനുഷ്യ तो जगत भर के मनुष्यों की मानसिक अवस्था को, മാനവൻ ഒരിക്കലും ഈ മുഴുവൻ ജഗത്തിലുള്ള മാനവൻ്റെ മനോസ്ഥിതി മനസ്സിലാക്കാൻ കഴിയില്ല. കർമ്മത്തിൻ്റെ ഗുഹ്യമായ ഗതിയെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനവും മാനവരുടെ പക്കലില്ല. തബി തോ സ്വയം ഭി കർമ്മോങ്കെ ബന്ധന്മേ ഹേ. അതുകൊണ്ടാണ് മനുഷ്യരെല്ലാവരും കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. വോ സ്വയം ഭി അജന്മ നഹി. ഒരു മനുഷ്യന് അജന്മാവല്ല. എല്ലാവരും ജനന മരണ ചക്രത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യൻ എങ്ങനെ സൃഷ്ടിയുടെ ആദിമധ്യാന്ത്യത്തിൻ്റെ ജ്ഞാനം തരാൻ കഴിയും? ഒരാളും മായാജീത്വമല്ല, വികാരങ്ങളെയും സമ്പൂർണ്ണമായിട്ടും ജയിച്ചിട്ടില്ല. इसी प्रकार वो तो इस जगत अथवा मंडल में एक प्राणी है. ഈ ജഗത്തിലെ ഒരു പ്രാണി മാത്രമാണ് മനുഷ്യൻ. വ്യാധി, കാലം, രോഗം ഇതിനെല്ലാം മാനവൻ അടിമയാണ്. പിന്നെ എങ്ങനെ മണ്ഡലേശ്വരനും മഹാമണ്ഡലേശ്വരനും ഒക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കും? അതൊക്കെ പറയണമെങ്കിൽ ബാബ പറയണേ, നിങ്ങൾ കാലത്തിനും സമയത്തിനും ഒക്കെ അതീതമായിരിക്കണം, രോഗങ്ങൾക്കെല്ലാം ഉപരിയായിരിക്കണം, നിരോഗിയായിരിക്കണം, നിർവികാരിയായിരിക്കണം. ഇതൊന്നുമല്ല മനുഷ്യൻ. ജഗത് മേ അഥവാ ഇസ് ഭൂമണ്ഡൽ पर बौद्ध, जैन, ईसाई, मुसलमान इत्यादि अनेक धर्मों के अनुयायी. ഈ ഭൂമണ്ഡലത്തിൽ ബുദ്ധധർമ്മത്തിൽപ്പെട്ടവരുണ്ട്, ജൈനധർമ്മത്തിൽപ്പെട്ടവരുണ്ട്, മുസൽമാന്മാരുണ്ട്, അനേക ധർമ്മങ്ങളിലുള്ളവരുണ്ട്. ഏക ധർമ്മമേ കൈ ആചാര്യ ഹേ. ഓരോ ധർമ്മത്തിലും അനേക ആചാര്യന്മാരുമുണ്ട്. സഭി തോ കിസി ഏക മനുഷ്യക്കോ അപ്പന ഗുരു മാനത്തെ നഹി. എല്ലാവരും ചേർന്നിട്ട് ഒരാളെ ഗുരുവെന്ന് അംഗീകരിക്കുന്നില്ല. ഓരോ ധർമ്മത്തിലും അനേക ആചാര്യന്മാരാണ്. ഇനി സർവധർമ്മം കൂടെ ചേർന്നിട്ടും ഒരാളെ അംഗീകരിക്കുന്നില്ല. തബ് കോയി മനുഷ്യ സ്വയം കോ സാരെ ജഗത് കാ ഗുരു കൈസെ മാൻ സക്ത. അങ്ങനെയെങ്കിൽ മനുഷ്യന് സ്വയത്തെ എങ്ങനെ ഞാൻ ജഗത്തിൻ്റെ ഗുരുവെന്ന് വിളിക്കാൻ കഴിയും? ഇപ്രകാരം ബാബ മഹാമണ്ഡലേശ്വരന്മാരുടെ കണ്ണ് തുറപ്പിക്കുന്ന സന്ദേശപത്രിക ഗുരുവും സദ്ഗുരുവും മണ്ഡലേശ്വരൻ, മഹാമണ്ഡലേശ്വരൻ, ശ്രീ, ശ്രീ ശ്രീ അല്ലേ, ഈ ടൈറ്റിലെല്ലാം ശ്രീ ശ്രീ എന്ന ടൈറ്റിൽ ബാബയുടേതാണ്. ശ്രീ എന്ന ടൈറ്റിൽ മാത്രം ദേവീ ദേവതകളുടെയാണ്. ബാക്കി എല്ലാ ടൈറ്റിൽസും പരമാത്മാവിൻ്റേതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ മഹാമണ്ഡലേശ്വരന്മാർക്കും ഗുരുക്കന്മാർക്കും സന്ദേശപത്രിക അയച്ചു. ഈ കത്ത് കിട്ടി വായിച്ച മഹാമണ്ഡലേശ്വരന്മാരുടെ മനോസ്ഥിതി എന്തായിരിക്കും? അത് നമുക്ക് നാളെ കേൾക്കാം.